So hello guys, welcome to my YouTube channel Aditya Nandu Vlog. വേറൊന്നുമല്ല, പുതിയ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ടോപ്പിക് വേറൊന്നുമല്ല, സ്മാർട്ട് ഫോൺസ് അണ്ടർ 20,000 to 30,000 എന്ന് വിചാരിച്ച് വന്നിരിക്കുകയാണ്. ഫ്ലിപ്കാർട്ട് എടുത്ത് നോക്കി ചുമ്മാ നല്ല ഫോൺസ് വന്നാൽ മതി. അവസ്ഥ വളരെയധികം പരിതാപകരം. എന്ത് പറയാ, 20,000 രൂപയ്ക്ക് കഴിഞ്ഞ വർഷം വരെ LCD ഡിസ്പ്ലേ ഇല്ലാത്ത ഫോണുകളായിരുന്നു കൂടുതലും. നല്ല ആമോലെഡ് ഡിസ്പ്ലേയും നല്ല ചിപ്സെറ്റും നല്ല ക്യാമറ, അത്യാവശ്യം നല്ല OS ഉള്ള ക്യാമറ ഒക്കെ കിട്ടിക്കൊണ്ടിരുന്ന കാലമായിരുന്നു 2025 വരെ. 2025 അവസാനം നവംബർ ഡിസംബർ മാസത്തിൽ തുടങ്ങി വിലക്കയറ്റം. സ്മാർട്ട് ഫോൺസിന്റെ ഓരോ 20,000 രൂപയുടെ ഫോൺ ഇപ്പം 30,000 രൂപ 25,000 രൂപ ആ ഒരു റേഞ്ചിലെത്തി. നമ്മളെ മിഡ് റേഞ്ച് ഇപ്പൊ മാറി. അപ്പം ഞാനിപ്പോ ഈ ഷൂട്ട് ചെയ്യണ ഫോണ് 20,000 രൂപയ്ക്ക് കഴിഞ്ഞ വർഷം വാങ്ങിച്ചതാണ്, നവംബറിന് മുമ്പ്. ഇപ്പൊ ഈ ഫോൺ 25,000 26,000 രൂപയായി. ഫോണ് വിവോ T4. എന്ത് പറയാ, ആ സമയത്ത് ഫോൺ എടുത്ത നന്നായി. അപ്പൊ നിങ്ങൾ പുതിയ ഫോൺ വാങ്ങിക്കാൻ ഉദ്ദേശിച്ചിരിക്കുകയാണെങ്കിൽ നല്ല കുറച്ച് ഫോൺസ് പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. നല്ല ഫോൺസ് പറയുന്നത് HD+ ഡിസ്പ്ലേ ഉള്ള LCD ഡിസ്പ്ലേ ഉള്ള ഫോണൊന്നും അല്ല ഞാൻ പറയാൻ പോകുന്നത്. നല്ല അത്യാവശ്യം നമുക്ക് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതും നിങ്ങളെല്ലാം ഹാപ്പി ആയിരിക്കുന്നത് ആ ഫോണിനെ കുറിച്ച് സജസ്റ്റ് ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ ലെറ്റ്സ് റോൾ ടു ദ വീഡിയോ. സോ ഗായ്സ്, വെൽക്കം. കുറച്ച് ഫോൺസ് ഞാൻ നോക്കി കണ്ടുപിടിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പം ആ ഫോൺസിലേക്ക് കിടക്കാം. ഫസ്റ്റ് നമ്മളെ വിവോ T4R. T4 ഉണ്ടായിരുന്നു, പക്ഷെ അതിപ്പം കറന്റ്ലി അൺഅവൈലബിൾ ആണ്, അതുകൊണ്ട് അതാണ് ഉൾപ്പെടുത്താത്തത്. ഇതിലുള്ള പ്രത്യേകത എന്ന് പറയുമ്പോൾ ക്വാഡ് ഡിസ്പ്ലേ ആണ്. പിന്നെ അൾട്രാ വൈഡ് ക്യാമറ ഇല്ല ഇതിലൊരു കുറവായിട്ടുള്ളത്. പിന്നെ സ്റ്റീരിയോ സ്പീക്കറാണ്. പിന്നെ 2+3 ഇയറിന്റെ അപ്ഡേറ്റ് ആണ്. പിന്നെ Dimensity 7400. പിന്നെ ഫ്രണ്ടിലും ബാക്കിലും 4K റെക്കോർഡിംഗ് ഉണ്ട്. ബാറ്ററി 5700 mAh 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ്. ഫോണിന്റെ പ്രൈസ് 22,999. ഓഫർ ചേർത്ത് 20,000 താഴെ കിട്ടും. അടുത്ത ഫോൺ നമ്മളെ അടുത്ത ഫോൺ റെഡ്മിയുടെ നോട്ട് 15 SE 5G സ്നാപ്ഡ്രാഗൺ ആണ്. ആകെ ഉള്ളത് ഇതാണെന്ന് തോന്നുന്നു, സ്നാപ്ഡ്രാഗൺ ഉള്ളൂ. വേറെ ഒന്നും ഞാൻ കണ്ടില്ല. 22 കിട്ടിയത് ഇതാണ്. 6 Gen 3. അത് ഒരു 2024 പുസ്തകമാണ്. പിന്നെ എന്റെ ക്യാമറ 50+8, പിന്നെ 20 സെൽഫി. ഫ്രണ്ട് 4K സപ്പോർട്ട് ഇല്ല, റിയറിൽ 4K സപ്പോർട്ട് ഉണ്ട്. പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 4 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും പിന്നെ 6 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും. പക്ഷെ ഇതിന് ഔട്ട് ഓഫ് ദി ബോക്സ് Android 15 ആണ്. അതും കൂടെ ചേർത്താണെന്ന് തോന്നുന്നു 4 വർഷത്തെ അപ്ഡേറ്റ്. പ്രൈസ് 20,000 രൂപയ്ക്ക് കിട്ടും, ഓഫറൊക്കെ ചേർത്ത്. പിന്നെ ഇതിലുള്ളത് 5800 mAh ബാറ്ററി, 45 വാട്ട് ഫാസ്റ്റ് ചാർജിങ്. അടുത്ത ഫോൺ റിയൽമിയുടെ P4 5G 23,000, സെയിം പ്രൈസ് ആണ്. ഇതിൻ്റെ അകത്തുള്ളത് 3 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്, 4 വർഷത്തെ സെക്യൂരിറ്റി. പിന്നെ 50ന്റെ OS ഉള്ള മെയിൻ ക്യാമറയും 8ന്റെ അൾട്രാ വൈഡ്. പിന്നെ സെൽഫി 16 മെഗാപിക്സലിൽ 4K റെക്കോർഡിംഗ് ഇല്ല സെൽഫിയിൽ, റിയറിലുണ്ട്. ഞാൻ Dimensity 7400. ഇതിന്റെ ബാറ്ററി വലുതാണ്, 7000 mAh ബാറ്ററിയും പിന്നെ 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ്. പിന്നെ ഇത് ആമോലെഡ് ഡിസ്പ്ലേ ആണ്, ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ് ഇത്. റെഡ്മി വിവോ T4Rലും കൂടാണ്. ഈ ഫോൺ 20,000 രൂപയ്ക്ക് കിട്ടും, ഓഫറൊക്കെ ചേർത്ത്. അടുത്തത് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ദി ഫോൺ ഇൻ ദിസ് ലിസ്റ്റ് ഈസ് Oppo K30 5G. ബാറ്ററി നോക്കണം. നല്ല ഡിസ്പ്ലേ ആണ്, ആമോലെഡ് ഡിസ്പ്ലേ ആണ്. പിന്നെ 22,000, ഇതും സെയിം പ്രൈസ് ആണ്, പക്ഷെ 20,000 താഴെ കിട്ടിക്കൊണ്ടിരുന്ന ഫോണായിരുന്നു. ഇതിലുള്ളത് സ്നാപ്ഡ്രാഗന്റെ 6 Gen 4 കഴിഞ്ഞ വർഷം ഇറങ്ങിയ പുസ്തകം, നല്ല പവർഫുൾ ആണ്. പിന്നെ 50ന്റെ റിയർ ക്യാമറയും 16ന്റെ സെൽഫി. 50ൻ്റെത് OS ഇല്ല, EIS ആണുള്ളത്. അപ്പൊ അത്ര സ്റ്റെബിലിറ്റി കിട്ടില്ല, വീഡിയോ റെക്കോർഡിങ് ചെയ്യുന്നതാണ്. പിന്നെ 7000 mAh സിലിക്കൺ കാർബൺ അല്ല, അതിൻ്റെക്കാൾ കുറച്ചും കൂടെ ഒരു പടി മുന്നിലുള്ള ഗ്രഫൈറ്റ് ബേസ്ഡ് ബാറ്ററിയാണ്. പിന്നെ 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ്. ബാറ്ററി 2 ദിവസം നിൽക്കും, ടെസ്റ്റ് ചെയ്തേക്കും.
അടിപൊളി ഫോണാണ്. ഇത് ഓഫറൊക്കെ ചേർത്ത് 21 രൂപയ്ക്ക് കിട്ടും ഗൈസ്. ഇതിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ഫോൺ ഞാൻ പരിചയപ്പെടുത്താം. ഗെയിമിങ്ങിന് വേണ്ടിയുള്ള ഓഫറാണ്. റിയൽമിയുടെ P3 Ultra. കഴിഞ്ഞ വർഷം ഇറങ്ങിയതാണ് ശരിക്കും. അടിപൊളി ഫോണാണ്. അപ്പൊ വില കൂടിയോ? ഓഫറൊക്കെ ചേർത്ത് ഒരു 23 രൂപയ്ക്ക് കിട്ടും, 25 രൂപയ്ക്ക് കിട്ടും, 24,700. നല്ല ഫോണാണ് ഈ പ്രൈസ് റേഞ്ചിൽ. 4K റെക്കോർഡിംഗ് ഉണ്ട്. Dimensity 8350 Ultra ഇടുവാണ്. ഈ പ്രൈസ് റേഞ്ചിൽ വേറെ ഒരു ഫോൺ ഇല്ല. 50ന്റെ OS ഉള്ള മെയിൻ ക്യാമറയും 8ന്റെ അൾട്രാ വൈഡ്, പിന്നെ 14ന്റെ സെൽഫി. ഇതിൽ റിയറിൽ മാത്രമേ 4K റെക്കോർഡിംഗ് ഉള്ളൂ. പിന്നെ ബാറ്ററി 6000 mAh ആണ്. ഇനി ഇതും പോർട്ടബിൾ ഡിസ്പ്ലേ ആണ്. ഇതിന്റെ വേറൊരു വേരിയന്റ് ഉണ്ട്, ഈ ലൂണാർ ഗ്രേ, ലൂണാർ വൈറ്റ്. ഇത് മറ്റേ ഫ്ലൂറസെന്റ് ആണ്, രാത്രിയൊക്കെ തിളങ്ങും. നല്ല അടിപൊളി ഫോൺ, നല്ല സ്മൂത്ത്. റിയൽമി UI 6 ഈ ഫോൺ ഇറങ്ങിയത്. ഇതിൽ 3 വർഷത്തെ അപ്ഡേറ്റ് ആണ് കിട്ടുന്നത്, 3+4. അപ്പം ഇതാണ് എനിക്ക് കിട്ടിയ കുറച്ച് അടിപൊളി ഫോൺസ്. അടുത്ത വീഡിയോയുമായി വരുന്നതോടെ സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി. ഓക്കെ, ബൈ.